പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് പോസിറ്റീവ് സംഖ്യകളെക്കുറിച്ചും നെഗറ്റീവ് സംഖ്യകളെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം കുട്ടികൾക്ക് കിട്ടാത്തൊരു സബ്ജക്റ്റാണ്, ഒരു ഗണിത വിഭാഗമാണ് പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും. അവിടെ ക്രിയകൾ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കുട്ടികൾക്ക് ഉൾപ്പെടാറ്. അവർക്ക് ബൈഹാർട്ട് വെച്ച് എങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലാതെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണ പലർക്കും ഇല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലായിട്ടുള്ളത്. പലരും തെറ്റിദ്ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ പല കുട്ടികളും ചോദിക്കുമ്പോൾ അത് പ്ലസ് എന്നുള്ളത് കൂട്ടുക എന്നാണ് ശരിക്കും അർത്ഥമെങ്കിലും അത് പോസിറ്റീവായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നു. പ്ലസ് എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നാണ് അർത്ഥം, അതിന് പോസിറ്റീവ് എന്ന അർത്ഥമില്ല. അത് നമ്മൾ മലയാളത്തിൽ കൂട്ടുക അല്ലെങ്കിൽ സങ്കലനം ചെയ്യുക എന്നതിന് തുല്യമായി ഉപയോഗിക്കുന്ന കണക്കിലെ അല്ലെങ്കിൽ ഗണിതത്തിലെ ചിഹ്നമാണ് പ്ലസ് എന്നുള്ളത്. അത് പോസിറ്റീവ് എന്നല്ല അർത്ഥത്തിന്. പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ല. പ്ലസ് എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നാണ് അർത്ഥം. നിങ്ങൾ ഒരിക്കലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായി ധരിക്കരുത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് എന്നൊരു അർത്ഥമില്ല. പ്ലസ് എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നാണ്. ഇതാണ് പലരും തെറ്റി. അതുപോലെ തന്നെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിൽ പറയുന്ന കുറയ്ക്കുക അല്ലെങ്കിൽ വ്യവകലനം ചെയ്യുക എന്നതിന് മലയാളത്തിൽ പറയുന്നതിന് തുല്യമായി നമ്മൾ കണക്കിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് മൈനസ്. ഈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുക അല്ലെങ്കിൽ വ്യവകലനം ചെയ്യുക എന്നതാണ് അർത്ഥം. പലരും അത് മൈനസ് എന്നുള്ളത് നെഗറ്റീവായിട്ട് എടുക്കുന്നു. അങ്ങനെയല്ല. അത് പലരും കൺഫ്യൂഷനായിട്ട് പല അധ്യാപകരും പഠിപ്പിക്കുന്നുണ്ട്. പല സിലബസിലും അങ്ങനെ തെറ്റായി കാണുന്നുണ്ട്. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കുട്ടികളിൽ തെറ്റായ ധാരണ വരുത്തുന്നതിന് അത് ഇടവരുത്തുന്നു എന്നത് പറയാതെ വയ്യ. ആ ഒരു കാരണം കൊണ്ടാണ് മറ്റൊരു ഈ കുട്ടികൾക്ക് ഇത് കൺഫ്യൂഷനായി പോകുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി പ്ലസ് എന്നുള്ളത് ഇങ്ങനെ വലുതായിട്ടാണ് എഴുതുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടുക എന്നാണ്. എന്താർത്ഥം? എന്നാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആഡ്. എന്താ പറയുക? ആഡ് ചെയ്യുക. അതേപോലെ ഇങ്ങനൊരു വര വരച്ചാൽ അതിൻ്റെ അർത്ഥം കുറയ്ക്കുക എന്നാണ്. എന്താർത്ഥം? കുറയ്ക്കുക. അതിനെ സബ്ട്രാക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്താ പറയുക? സബ്ട്രാക്റ്റ്. അപ്പോൾ സബ്ട്രാക്റ്റ് എന്താണ്? മൈനസ്. ഇതിൻ്റെ മൈനസ് എന്ന് പറയും. എന്താ പറയുക? മൈനസ്. മൈനസ് ഇത് നെഗറ്റീവ് അല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് നെഗറ്റീവ് അല്ല. മനസ്സിലായ? പ്ലസ് അതുപോലെ പ്ലസ് എന്നുള്ളത് കൂട്ടുക എന്നുള്ളതാണ്. അതിനെ ആഡ് ചെയ്യാൻ ഇംഗ്ലീഷിൽ പറയും കേട്ടോ. ഇതിന് ചിഹ്നമാണ്. പ്ലസ് എന്ന ചിഹ്നമാണിത്. ഇത് മൈനസ് എന്ന ചിഹ്നമാണ്. ആ ചിഹ്നം മറ്റ് എന്നുള്ളതിൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ അത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം നിങ്ങളിൽ ഒന്നാണ് എന്ത്? പ്ലസ് എന്ന് പറഞ്ഞാൽ ആഡ്. അതുപോലെ ആഡ് എന്ന് പറഞ്ഞാൽ കൂട്ടുക, അതായത് പ്ലസ് എന്ന് പറയും. ഇനി കുറയ്ക്കുക എന്നുള്ളതിന് മൈനസ് എന്ന് പറയും. ഈ മൈനസ് എന്നുള്ളത് നെഗറ്റീവ് അല്ല. ഈ കാര്യം ആദ്യം മനസ്സിലാക്കണം. പിന്നെ കുട്ടികൾക്ക് മനസ്സിലാവാത്തത് നെഗറ്റീവ് സംഖ്യകൾ 0-ത്തേക്കാൾ കുറവാണ് എന്നൊരു ധാരണ. കുറവാണ്, അപ്പോൾ അതൊരു ഇമേജിനറി ആണ് എന്നാണ് പല കുട്ടികളും ധരിച്ചിരിക്കുന്നത്. കാണാൻ പറ്റാത്തത്. കാരണം 0 തന്നെ കാണാൻ പറ്റില്ല. ആ 0-ത്തേക്കാൾ കുറഞ്ഞ സംഖ്യ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അതങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അത് വേറൊരു തരത്തിലാണ് അതിൻ്റെ അർത്ഥമുള്ളത്. അത് പലരും തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അതൊരു കേവലം ഇമേജിനറിയാണ്, ഭാവനയിൽ മാത്രമുള്ളതാണെന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇതായിട്ട്. ഇപ്പം നിങ്ങൾ ഈ ഇതിൽ നോക്കുക. ഇപ്പം നിങ്ങൾ
അവിടെ ടേബിളും ഒരു മഞ്ഞ പ്ലേറ്റിൽ 4 തക്കാളി കാണുന്നുണ്ടല്ലോ. ഈ 4 തക്കാളിയിൽ ഞാൻ ഒരെണ്ണം എടുത്തു മാറ്റി. അപ്പോൾ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റുമ്പോൾ കുറയും. അപ്പോൾ ബാക്കി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ? അപ്പോൾ എടുത്തു മാറ്റുക എന്നുള്ളതിൻ്റെ അർത്ഥം കുറയ്ക്കുക എന്നാണ് ഇംഗ്ലീഷ് മലയാളം അതിൻ്റെ അർത്ഥം. എന്താ പറയുക? എടുത്തു മാറ്റുക എന്ന് വെച്ചാൽ കണക്കിലത് മൈനസിന് തുല്യമാണ്. മനസ്സിലായ? വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടുകയാണ് ചെയ്യുക വയ്ക്കുമ്പോൾ. അതുകൊണ്ട് വയ്ക്കുമ്പോൾ എപ്പോഴും കൂട്ടണം, എടുത്തു മാറ്റുമ്പോൾ എപ്പോഴും കുറയ്ക്കണം. സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കരുത്. ഇതൊക്കെ അറിയണ കാര്യമില്ലെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇതിൻ്റെ ബേസിലാണ് അർത്ഥം നമ്മൾ കോംപ്ലിക്കേറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ കോൺസെൻട്രേഷനിൽ കൂടി ഇരിക്കണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അറിയണ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. പക്ഷേ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഞാൻ പറയണത്. മനസ്സിലായ? ഇതിലിപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞത് തെറ്റും. ഇപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ എടുത്തു മാറ്റി, അല്ലെങ്കിൽ അപ്പോൾ എന്ത് ഒരെണ്ണം കൂടിയും കുറച്ചു. അപ്പോൾ ഒരെണ്ണം കൂടിയും മൈനസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഒരെണ്ണം കൂടി മൈനസ്. ഇപ്പോൾ എത്ര എണ്ണമായി? 3 എണ്ണം 2 എണ്ണമായി അല്ലേ? നിങ്ങൾക്കത് കാണാനുണ്ടോ? കാണാനുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 2 എന്തെങ്കിലും നിങ്ങൾക്ക് കാണാം അല്ലേ? ഓക്കെ. ഞാൻ ഒരെണ്ണം കൂടി എടുത്തു മാറ്റി. അപ്പോഴോ അപ്പം ഒരെണ്ണം കൂടിയും കുറച്ച് എടുത്തു മാറ്റിയത് കുറയ്ക്കണം. കുറച്ചല്ലോ. കുറച്ച് എത്ര കാണാതിൽ? ഒരെണ്ണം. അതും നിങ്ങൾക്ക് കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 കണ്ടു, നിങ്ങൾ 3 കണ്ടു, നിങ്ങൾ 2 കണ്ടു. ഒന്നിപ്പോൾ നിങ്ങൾ മുമ്പിൽ ദൃശ്യമാണ്, നിങ്ങൾക്കത് കാണാം അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണു? ഈ ഒരെണ്ണം കൂടി എടുത്തു മാറ്റാൻ പോണു. ഇപ്പോൾ പ്ലേറ്റിൽ എത്ര തക്കാളി നിങ്ങൾക്ക് കാണാം? 0 അല്ലേ? 0 തക്കാളിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയുള്ളത്? നിങ്ങൾക്ക് കാണാൻ അവിടെ നിന്ന് ആ 0 തക്കാളി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? അതില്ലാത്തതാണ്. ഇല്ലാത്തത് നമുക്ക് ഇനി കാണാം. 0 തക്കാളി അതിലുള്ളതാണോ? ഇതിലുള്ള ഇതിലെ തക്കാളി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്താ വെച്ചാൽ തക്കാളി ഇല്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ 0 തക്കാളി എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നതാണോ? അല്ല. ആ 0-ത്തേക്കാൾ കുറവ് ഇനി ഒരു തക്കാളി എടുക്കുക എന്ന് പറഞ്ഞ സാധ്യമാണോ? ആ 0-ത്തേക്കാൾ കുറഞ്ഞതാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0-ത്തേക്കാൾ കുറഞ്ഞതാണ് നെഗറ്റീവ് വെച്ചാൽ 0 തന്നെ ഇല്ലാത്തതാണെങ്കിൽ അതിലും കുറഞ്ഞ സംഖ്യയാണ് നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് കാണാൻ പറ്റുമോ? ഇല്ലാത്തതിനേക്കാൾ ഇല്ലാത്ത എന്തുട്ടാ നമുക്കറിയാൻ പറ്റുമോ? ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇല്ലാത്തതിൻ്റെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ അത് 0-ത്തേക്കാൾ കുറവാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് നമ്മുടെ മനസ്സിന് തന്നെ അത് മനസ്സിലാവില്ലേ? അപ്പോൾ അങ്ങനെ 0-ത്തേക്കാൾ കുറവാണ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണെന്നോ അല്ലെങ്കിൽ ഒരു ഭാവനയിലുള്ളതാണെന്നോ പറയാം അല്ലേ? അങ്ങനെ ഭാവനയിലുള്ള കണക്ക് ഇനി കാണാൻ ഇത് ശരിയാണോ തെറ്റാണെന്ന് പറയാം. ഒരാളെ മനസ്സിൽ മാത്രമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റുമോ? ഒരാളെ മനസ്സിനെ കാണാൻ പറ്റില്ല. മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയില്ല. നമുക്കറിയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ മനസ്സ് കണ്ടിട്ടില്ല? നിങ്ങൾ ആരെങ്കിലും മനസ്സ് കണ്ടിട്ട് നിങ്ങൾ ഇല്ല. നിങ്ങൾ ഒരാളെ മനസ്സും കണ്ടിട്ടില്ല ഇല്ലല്ലോ. പിന്നെ മനസ്സിലുള്ളത് എങ്ങനെയാണ് എന്താണ് ശരിയാ തെറ്റാണെന്ന് എങ്ങനെ അറിയാം? കാണാൻ പറ്റാത്ത കാര്യം ശരിയാണ് തെറ്റാണെന്ന് അറിയാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അതിലർത്ഥമില്ല. അപ്പോൾ അത് നെഗറ്റീവ്, അതായത് 0-ത്തേക്കാൾ കുറഞ്ഞ സംഖ്യകളാണ് നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അത് അത്ര അങ്ങോട്ട് ശരിയല്ല എന്നാണ് ഞാൻ പറയാനുള്ളത്. ഒരു പ്രത്യേക അർത്ഥത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ 0-ത്തേക്കാൾ കുറവ് എന്ന അർത്ഥത്തിൽ എടുക്കുമ്പോൾ നമുക്കത് അത് വെച്ച് കണക്ക് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഇല്ലാത്തൊരു സാധനം 0 അതിലും കുറവെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥരഹിതമാണ് എന്നതുകൊണ്ട് അതല്ല, അതങ്ങനെ ആവില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ നെഗറ്റീവ് എന്നുള്ളത്. ഇപ്പം എന്താണ് ഇത്? അപ്പോൾ നമ്മൾക്ക് ആവശ്യം എന്തിനാണ് ഈ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും ഇവിടെ കണ്ടുപിടിച്ചത്? നമ്മുടെ മുൻപുള്ളവർ എന്തിനാണ് നമ്മൾ ഈ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും നമ്മുടെ മുൻഗാമികൾ കണ്ടുപിടിച്ച് നമ്മളോട് ഇപ്പം അവർ കണ്ടുപിടിച്ച കാരണമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അവർ കണ്ടുപിടിച്ചില്ല നമ്മൾ പഠിക്കുമോ? എന്തിനാണ് അവർ കണ്ടുപിടിക്കേണ്ടി വന്നത്? അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പഴഞ്ചൊല്ല് അല്ലേ? ഇൻവെൻഷൻ ഈസ് ദി എന്താണ്? നീഡ് ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് അല്ലേ? എന്താ അതിനെ ഇംഗ്ലീഷ് പറയുക? ദ നീഡ് ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പോൾ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കണ്ടുപിടിക്കുക അല്ലേ? ഇൻവെൻഷൻ്റെ മാതാവാണ്
ആര്? നീഡ്, ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളെ നയിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സംഖ്യകൾ, പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വന്നതുകൊണ്ടാണ്. എങ്ങനെയാണത് ആവശ്യം വരിക? സാധാരണ കണക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സംഖ്യകൾ, നമ്മൾ 1, 2, 3, 4 സംഖ്യകൾ മതി, കൂട്ടാനും കുറയ്ക്കാനൊക്കെ അത് മതി. ചില സന്ദർഭം പക്ഷേ ഇവയുടെ കൂട്ടൽ വെച്ച് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ആ ക്രിയ വെച്ച് സങ്കലന ക്രിയ അല്ലെങ്കിൽ വ്യവകലന ക്രിയ ഉപയോഗിച്ച് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ശരിയായ ഉത്തരം കിട്ടാത്ത ചില അവസ്ഥ വന്നു ചേരും. അപ്പം മനസ്സിലായി നമുക്കിത് പോരാ. അപ്പോൾ ചില പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് കൂട്ടലും കുറയ്ക്കലും നടത്തുമ്പോൾ നമുക്ക് എന്ത് പോരാതെ വരും? ഈ സാധാരണ സംഖ്യകൾ അത് കൂട്ടുമ്പോൾ ചിലപ്പോൾ ഉത്തരം നമ്മൾ വിചാരിച്ച ഉത്തരമല്ല കിട്ടുക എന്ന്, അല്ലേ? നമുക്ക് 1, 2 ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഒരു പുഴയും കൂടി ചേർന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഉത്തരം സാധാരണ കണക്കിൽ പറയുന്ന ഉത്തരം എത്രയാ? 2 പുഴ എന്നാണ്, അല്ലേ? ഒരു പുഴയും കൂടിച്ചേർന്ന് പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾ അവിടെ 2 പുഴ കാണാൻ പറ്റുമെന്ന്? എന്താ കാണുക? വലിയൊരു പുഴയാണ് കാണുക, അല്ലേ? എന്താ കാണുക? അപ്പോൾ ഈ കണക്ക് ചിലപ്പം ചില സ്ഥലങ്ങളിൽ അത് തെറ്റാവുന്നത് പോലെ ഈ ചില പ്രതിഭാസങ്ങൾ കൂട്ടുമ്പോൾ ചിലപ്പം നമ്മൾ സാധാരണ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ആവില്ല കിട്ടുന്നത്. ഉദാഹരണം പറയാൻ വെച്ചാൽ 3ഉം 4ഉം കൂട്ടി സാധാരണ ഉത്തരത്തിൽ വരിക 7. പക്ഷേ ചില സന്ദർഭം ഇപ്പം ഇത് 3 തക്കാളിൻ്റെ ഞാനിതിൽ 2 തക്കാളി വെച്ച സാധാരണ എത്ര തക്കാളിയാവും? 5 തക്കാളി. 3 തക്കാളി ആദ്യം വെച്ചു, അതിന് ശേഷം ഞാൻ 2 തക്കാളി കൂടി വെച്ചു. വെക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നേരത്തെ പറഞ്ഞു കൂട്ടുക, ആഡ് ചെയ്യാന്ന്, അല്ലേ? അപ്പോൾ അതേപോലെ ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് പറഞ്ഞു. ഇത് ശരിയാവുന്നുണ്ട്, ഈ കേസിൽ ശരിയാവുന്നുണ്ട്. അതേസമയം ചില പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങൾക്കൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ പ്രതിഭാസങ്ങൾ ഉദാഹരണം എന്ന് വെച്ചാൽ ദിശയുള്ള ചില പ്രതിഭാസങ്ങളുണ്ട്. എന്താണ് ദിശ? ആ ഡയറക്ഷൻ, ഫോഴ്സ്, ബലത്തിന് ദിശയുണ്ട്. അതുപോലെ മറ്റൊന്നാണ് എന്ത്? സഞ്ചാരത്തിന് ദിശയുണ്ട്, ഇല്ലേ? നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിന് ദിശയുണ്ടായിരിക്കും, ഇല്ലേ? നമ്മൾ ഏതെങ്കിലും ദിശയിലായിരിക്കും പോവുക. തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോവുക? നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വടക്കു ഭാഗത്താണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് എന്ത്? തൃശ്ശൂർ. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് പോകണമെങ്കിൽ എങ്ങോട്ട് പോകണം? ഇടത്തോട്ട് പോകണം. നമ്മൾ പാലക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തെക്കേ ഭാഗത്ത് അല്ലെങ്കിൽ സൗത്ത് സൈഡിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം, അല്ലേ? തെക്കോട്ട് നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ ദിശയുണ്ട് അതിന്, അല്ലേ? സഞ്ചാരത്തിന് ദിശയുണ്ട്, വെലോസിറ്റിക്ക് ദിശയുണ്ട്, ആക്സിലറേഷന് അഥവാ ത്വരണത്തിന് ദിശയുണ്ട്. ഇത്തരം പ്രതിഭാസങ്ങളുടെ സങ്കലനം, വ്യവകലനം ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ സംഖ്യകളുടെ നിയമം അനുസരിച്ച് സങ്കലനവും വ്യവകലനവും ചെയ്താൽ കിട്ടുന്ന ഉത്തരമില്ല. അപ്പോൾ അതിന് പ്രത്യേക സംഖ്യകൾ ആവശ്യമാണെന്ന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പൂർവികർ ഒരു പുതിയ തരം എന്ത് കണ്ടെത്തിയത്? സംഖ്യകൾ. ആ സംഖ്യകളെ അവർ പോസിറ്റീവ് സംഖ്യകളെന്നും നെഗറ്റീവ് സംഖ്യകളെന്നും പേരിട്ടു. എന്താണ് പോസിറ്റീവ് സംഖ്യകൾ എന്നുള്ളതിന് അപ്പോൾ നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ നോക്കുക, ഒരു ദിശയിലേക്ക് ഇപ്പോൾ ഉദാഹരണം പറയാം. ഒരു ദിശ എന്ന് പറയുമ്പോൾ സൗത്ത് സൈഡ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ബലം പ്രയോഗിക്കുകയാണെങ്കിൽ, ബലം ഒരു ദിശയുള്ള പ്രതിഭാസത്തിന് ഉദാഹരണമാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഡയറക്ഷനുള്ള ഒരു പ്രതിഭാസമാണ് എന്ത്? ബലം. എന്താണ്? ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് പോലെയുള്ള സാധനത്തിന് ഇപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നോക്കുക, ഈ കാണുന്നത് ഒരു കാർട്ടാണെന്ന് സങ്കല്പിക്കുക. ഒരു പഴവണ്ടി, എന്താ പറയുക? ഒരു കാർട്ട്, ഫുഡ് കാർട്ടാണെന്ന് വെച്ചാൽ ഒരു പഴവണ്ടിയാണ് നോക്കുക. അപ്പോൾ ഈ പഴവണ്ടിയെ ഇവിടെ നമുക്കറിയാം, കുതിരകൾ വലിക്കുകയാണെങ്കിൽ ആ പഴവണ്ടി മുന്നോട്ട് നീങ്ങും, അല്ലേ?
അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു കുതിര ഈ കുതിരയെ കെട്ടി ഈ പഴവണ്ടി വലിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുതിര നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏത് ദിശയില? നിങ്ങളുടെ വലത് കൈൻ്റെ ദിശ എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡിൻ്റെ ദിശയിലാണ്. അപ്പോൾ ഇത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ ദിശയിലാണ് ഇതിൻ്റെ കുതിരശക്തി ഉണ്ടാവുക. ഒരു കുതിര വലിക്കുന്ന ശക്തിയെ സാധാരണ ഹോഴ്സ് പവർ എന്ന് പറയും. എന്താ പറയുക? ഒരു ഹോഴ്സ് പവറിൽ ഇതിൽ ബലം അനുഭവപ്പെടുകയും അതിനനുസരിച്ച് ഈ കാർട്ട് അതായത് ഫ്രൂട്ട് കാർട്ട് അങ്ങോട്ട് നീങ്ങുകയും ചെയ്യും അല്ലേ? ഇനി നമ്മൾ നോക്കുക, ഒരു കുതിരനെയും വെറ്റി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, 2 കുതിരശക്തിയിൽ വലിക്കും. എന്താണ്? 2 കുതിരശക്തിയിൽ വലിക്കും അല്ലേ? അപ്പോൾ 2 ഇരട്ടി വേഗത്തിൽ അല്ലെങ്കിൽ അത് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ 3ാമതൊരു കുതിരനെ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 3 കുതിരശക്തിയിൽ അങ്ങോട്ട് വലിക്കും അല്ലേ? ഇപ്പോൾ ഇനിയിപ്പോൾ 3 കുതിരശക്തിയിൽ വലിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ 2 കുതിരനെ അവിടെ വെക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ വിചാരിക്കുക? 2 കുതിരനെ കൂടി വെച്ചാൽ ഇപ്പം എത്ര കുതിരശക്തിയായി? 5 കുതിരകൾ ഈ കാട്ടുമ്പോൾ വലിക്കുന്നുണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് ഒരു സ്പ്രിങ് ത്രാസ് വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ സ്പ്രിങ്ങിൽ 5 ഇരട്ടി വലിവ് വരും. ഒരു കുതിര വലിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിവിനേക്കാൾ 5 ഇരട്ടി വരും. എന്ത്? 5 കുതിര വലിക്കുമ്പോൾ. അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഫോഴ്സ് നമുക്ക് മെഷർ ചെയ്യാം. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നോക്കാം 5 കുതിരശക്തി ഉണ്ടാവും വിചാരിക്കും. ആ 3 കുതിരശക്തിയുടെ കൂടെ 2 കുതിരശക്തി കൂടി വെച്ചാൽ എത്ര കുതിരശക്തിയായി? 5 കുതിരശക്തിയായി. ഇനി ഞാൻ നോക്കുക, ഈ കുതിരകൾ ഞാൻ 2 എണ്ണം ഇടതേ ഭാഗത്ത് എന്ന് പറയും, നിങ്ങളുടെ ഇടതേ ഭാഗത്ത്, അതായത് നിങ്ങളുടെ ഇടതുഭാഗത്ത് വെക്കുകയാണെങ്കിൽ 2 കുതിരകളെ ഇവിടെ കെട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ 5 കുതിരകളെ വലത്തേ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ഇടത് കൈൻ്റെ ഭാഗത്ത് അഥവാ ലെഫ്റ്റ് സൈഡിൽ 2 കുതിരകളെ കെട്ടുകയാണെങ്കിൽ ഇവയുടെ അവരുടെ വലിവ് എങ്ങോട്ടാണ് വരിക? അല്ലെങ്കിൽ അവ പ്രയോഗിക്കുന്ന ബലം എങ്ങോട്ടാണ് വരിക? ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെ, ഇടത്തേ ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ ഞാനിതിലിവിടെ കുതിരയെ കൊണ്ട് കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇവിടെ ആദ്യം എത്ര കുതിരേനെ കെട്ടി? 5 കുതിരേനെ വലതു ഭാഗത്ത് കെട്ടി. അതിന് ശേഷം ഞാൻ 2 കുതിരേനെ കെട്ടി. ഇപ്പോൾ നോക്കുക, നമുക്കറിയാം ഒരു തൊഴുത്തിൽ ഒരു 3 പശുക്കളുണ്ട് എന്ന് വിചാരിക്കുക. എത്ര പശുക്കൾ? 3 പശുക്കളുണ്ട്. അവിടെ നമ്മൾ ഒരു 2 പശുക്കളിനെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ തൊഴുത്തിൽ എത്ര പശു ഉണ്ടാവും? അപ്പം നമ്മളൊരു പശുക്കളെ കൊണ്ട് തൊഴുത്തിൽ കെട്ടുമ്പോൾ കൂടുക ചെയ്യുക. അപ്പോൾ ആകെ കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ 5 പശുക്കളിൽ നിന്ന് ഞാൻ അതിനെ ഒരു 2 പശുവിനെ കൊണ്ടുപോയിട്ട് തീറ്റാൻ കൊണ്ടുപോയി, അഴിച്ചു കൊണ്ടുപോയി. അപ്പോൾ ആ തൊഴുത്തിൽ ഇനി എത്ര പശു ഉണ്ടാവും? 3. ആ 5 പശുക്കളുടെ തൊഴുത്തിൽ നിന്ന് 2 പശുക്കളെ അഴിച്ചു മാറ്റി പുറത്ത് കൊണ്ടുപോവാണെങ്കിൽ ആ ബാക്കി എത്രയുണ്ടാവും? 3 എണ്ണം. ശരിയാ, കുറയ്ക്കുക വേണ്ട. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്, പശുവിനെ കെട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുന്നത്, കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് അഴിച്ചു കൊണ്ടുമ്പോൾ എന്താ ചെയ്യുക? കുറയുകയാണെങ്കിൽ കുറയ്ക്കുക വേണ്ട. ഇപ്പം അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 5 കുതിരകൾ വലതുഭാഗത്ത് കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ഇടതുഭാഗത്ത് 2 കുതിരകൾ കൂടി കെട്ടുകയാണെങ്കിൽ നമുക്ക് ആകെ ഫോഴ്സ് കാണാൻ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്? കൂട്ടണം അല്ലേ? അപ്പോൾ വലതുഭാഗത്തുള്ള കുതിരകൾക്ക് കൂടെ ഈ കുതിരകളെ കൂട്ടുമ്പോൾ ശരിക്കും എത്ര കുതിര? എണ്ണത്തിൽ എത്രയാവും? 7 എണ്ണം. പക്ഷെ ബലത്തിൻ്റെ അളവിൽ ബലം കൂട്ടുകയാണെങ്കിൽ ഇവിടെ എത്ര ബലം അനുഭവപ്പെടും? ഫോഴ്സ് അനുഭവപ്പെടും. വലതുഭാഗത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ 5 ബലം അനുഭവപ്പെടും, ലെഫ്റ്റ് സൈഡിൽ 2 ബലം അനുഭവപ്പെടും. അത് എതിർ ദിശയിലായതുകൊണ്ട് ഇത് കൂട്ടുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അത് കെട്ടുകയാണ് ചെയ്തിട്ടില്ല. അപ്പോൾ കൂട്ടുകയാണ് വേണ്ടത്. അങ്ങനെ കൂട്ടുമ്പോൾ വാസ്തവത്തിൽ ബലത്തിനുണ്ടാകുന്ന എന്താണ്? കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? അതിനൊരു മനസ്സിലായി. സാധാരണ സംഖ്യകളാണെങ്കിൽ കൂടുകയാണ് ചെയ്യുക. ഇങ്ങനെ ദിശയുള്ള സംഖ്യകളാണെങ്കിൽ കൂട്ടുമ്പോൾ ചിലപ്പം കുറഞ്ഞു എന്ന് വരും. ദിശ വ്യത്യാസമുണ്ടെങ്കിൽ കൂട്ടുമ്പോൾ കുറഞ്ഞു എന്ന് വരും. അപ്പം മനസ്സിലായി സാധാരണ സംഖ്യയിലെ കൂട്ടൽ ഇവിടെ നടക്കില്ല. അതുകൊണ്ട് മുമ്പുള്ളവർ പറഞ്ഞു, ഒരു ദിശയിലുള്ളതിനെ പോസിറ്റീവ് എന്ന് വിളിക്കുകയാണെങ്കിൽ എതിർ ദിശയിലുള്ളതിനെ നെഗറ്റീവ് എന്ന് വിളിക്കുക എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ കുറേ സംഖ്യകളുണ്ടായി. അപ്പോൾ ആ സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടലും കുറയ്ക്കലും എന്ന് നമുക്ക് പഠിക്കാം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
മനസ്സിലായ? അപ്പോൾ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ വലതുഭാഗത്ത് അഥവാ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഉള്ള കുതിരകളെ പോസിറ്റീവ് എന്ന് വിളിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഇടത്തെ കൈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിലുള്ള കുതിരകളെ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? നെഗറ്റീവ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലതുഭാഗത്ത് കുതിരകൾ പ്രയോഗിക്കുന്ന ബലത്തെ പോസിറ്റീവ് ബലമെന്നും ഇടതുഭാഗത്ത് ഉപയോഗിക്കുന്ന ബലത്തെ നെഗറ്റീവ് ബലമെന്നും നെഗറ്റീവ് ഫോഴ്സ് എന്നും വിളിക്കാം. അപ്പോൾ ഇതാണ് നെഗറ്റീവ്. നിങ്ങൾക്കിപ്പോൾ ഇതിലെ കുതിരകളെ കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ ബലം നിങ്ങൾക്കറിയാം. വലതുഭാഗത്തുള്ള ബലം നിങ്ങൾക്കറിയാം, ഇടതുഭാഗത്തുള്ള ബലം നിങ്ങൾക്കറിയാമല്ലോ. കാണാൻ പറ്റില്ല കുതിരകളെ. അപ്പോൾ ഈ നെഗറ്റീവ്, ഇപ്പോൾ ഇത് നെഗറ്റീവ് കുതിരകളാണ്, ഇപ്പുറത്തുള്ളത് പോസിറ്റീവ് കുതിരകളാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ കാണാൻ പറ്റില്ലോ. അത് എന്താണ്? ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഉള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് എന്നുള്ളത് ഉള്ള ഒരു പ്രതിഭാസമാണ്. ഇത്രയേ ഉള്ളൂ. ഒരു പ്രതിഭാസത്തിൻ്റെ എതിർ ദിശയിലുള്ളതാണ് ഈ നെഗറ്റീവ് പ്രതിഭാസം. അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ നോക്കുക, ഇതിൽ നമുക്ക് ചില തിയറംസ് അല്ലെങ്കിൽ ചില കണ്ടുപിടുത്തങ്ങൾ നമുക്ക് സ്വയം നടത്താം. നമുക്ക് തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പൂർവികർ എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ നമ്മൾ നിയമങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുക, ശ്രദ്ധിക്കുക, വലതുഭാഗത്തേക്ക് നോക്കുക. എത്ര കുതിരയുണ്ട്? 5 കുതിരയുണ്ട്. അപ്പോൾ പോസിറ്റീവ് 5 കുതിര കെട്ടിയിരിക്കുന്നു. അപ്പോൾ എത്ര ബലം കൂടി ഉണ്ടാവും ഈ കാട്ടിൽ അനുഭവപ്പെടും? 5. ആ സമയത്ത് ഞാൻ ഇടതുഭാഗത്ത് 2 കുതിരകളെ കൊണ്ട് കെട്ടി. അപ്പോൾ 2 കുതിര കൂട്ടണം. അപ്പോൾ പോസിറ്റീവ് 5 കുതിരയുടെ കൂടെ നെഗറ്റീവ് 5 കുതിരയുടെ കൂട്ടണം. അപ്പം നമുക്കിവിടെ എഴുതാം, പോസിറ്റീവ് 5 കുതിര ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നെഗറ്റീവ് 2 കുതിരകളെ കൂട്ടണം. അത് കൂട്ടുമ്പോൾ എന്താണ് ഉത്തരം വരിക? നമുക്കറിയാം, വലതുഭാഗത്ത് വലിക്കുമ്പോൾ അങ്ങോട്ട് ബലം കൂടും, ഇടതുഭാഗത്ത് വലിക്കുമ്പോൾ അതിൻ്റെ ബലം നിർവീര്യമാക്കപ്പെടും, അഥവാ ക്യാൻസൽ ചെയ്യപ്പെടും, ഇല്ലാതാക്കും എന്നർത്ഥം. എന്നാൽ എന്ന് പറയും ഇഫക്റ്റ്, അതായത് അതിൻ്റെ ബലത്തെ ഇല്ലാതാക്കും. അപ്പോൾ 5 കുതിരകളുടെ കൂടെ ഇടതുഭാഗത്താണ് കുതിരകളെ കൂട്ടുന്നതെങ്കിൽ ഇവയുടെ ഫലം അഥവാ ഇവ 2 കൂടിച്ചേരുമുള്ള ബലം എത്രയായിരിക്കും? കാരണം ഈ വലതുഭാഗത്തിൽ 2 കുതിരകളുടെ ശക്തി ഇടതുഭാഗത്തിൽ 2 കുതിര ശക്തിയും ചേർന്ന് അത് ക്യാൻസലായി പോകും. ബാക്കി എത്ര കുതിര ശക്തി അനുഭവപ്പെടുക? 2ഉം കൂടിച്ചേരുമ്പോൾ 3 കുതിരകളുടെ ശക്തിയാണ് അനുഭവപ്പെടുക. ഏത് ദിശയിലാണ് അനുഭവപ്പെടുക? പോസിറ്റീവ്. കാരണം വലത് ദിശയിൽ അഥവാ റൈറ്റ് ദിശയിൽ പോസിറ്റീവ് 3 കുതിരകൾ. അപ്പോൾ ഇതിൽ നമുക്കൊരു നിയമം ഉണ്ടാക്കാം. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നിടുക. അപ്പോൾ നിയമം എന്താ? 1. നമ്മൾ തന്നെ ഉണ്ടാക്കിയ നിയമമാണ്. നിയമം 1 എന്താണ്? ഒരു പോസിറ്റീവ് സംഖ്യയും, ഈ പോസിറ്റീവ് സംഖ്യയിൽ എപ്പോഴും ഇങ്ങനെ ബ്രാക്കറ്റിലിട്ടാൽ തെറ്റുവരും. പോസിറ്റീവ് ഒരു നെഗറ്റീവ് സംഖ്യയും കൂട്ടുമ്പോൾ ഉത്തരം എന്താ വരിക? വ്യത്യാസം കാണുക. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എന്നിട്ട് കുറയ്ക്കുക. ചിഹ്നം വലുതിൻ്റെ ചിഹ്നം ഇടുക. വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. വലുതിൻ്റെ ചിഹ്നം ഇടുക. എന്താ ഇടേണ്ടത്? വലുതിൻ്റെ ചിഹ്നം. ഇതാണ് ഒരു നിയമം. നെഗറ്റീവും പോസിറ്റീവും കുറയ്ക്കുമ്പോൾ. മനസ്സിലായോ? ഇനി അത് ഇങ്ങനെ നോക്കാം. ഇങ്ങനെയാണ് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ സങ്കലനം ചെയ്യുമ്പോൾ, അഡീഷൻ ചെയ്യുമ്പോൾ, അഥവാ കൂട്ടുമ്പോൾ നമ്മൾ സാധാരണ സംഖ്യകൾ കൂട്ടുന്ന പോലെയല്ല ഉത്തരം വരിക. എങ്ങനെയാണ്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അത് വ്യത്യാസം കാണാമെന്ന് പറയും. അതിനുശേഷം ആ കിട്ടുന്ന സംഖ്യയ്ക്ക് മുൻപിൽ ചിഹ്നം ഏതാടേണ്ടത്? വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. അപ്പോൾ സിമ്പിളാണ് കാര്യം. എന്താണ്? ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വ്യത്യാസം കാണുക. സംഖ്യകളിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അങ്ങനെയാണല്ലോ വ്യത്യാസം കാണുക.
അങ്ങനെ കണ്ടിട്ട് കിട്ടുന്ന ഉത്തരം എത്രയാണോ ആ സംഖ്യയുടെ കൂടെ ചിഹ്നമായിട്ട് ഇടേണ്ടത് വലിയ സംഖ്യയുടെ ചിഹ്നം. ഈ കേസിൽ നോക്കുന്നത് വലിയ സംഖ്യ ഏതാ? 5, ചെറിയ സംഖ്യ 2. 5 2 കുറയ്ക്കുക, വ്യത്യാസം 3 കിട്ടി. ചിഹ്നം വലുത് ഏതാണ്? 5-ൻ്റെ. അതുകൊണ്ട് 5-ൻ്റെ ചിഹ്നം ഇടുക. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നമുക്ക് അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇത് നനഞ്ഞു പോയിട്ട് ഇതേപോലെ കുറേ കണക്കുകളിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക, അതിനെ ഉറപ്പിക്കുക. കാരണം നമ്മൾ ഓരോ ഭാഗം ഉറപ്പിച്ച് പോകണം, അല്ലെങ്കിൽ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. മനസ്സിലായ? അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം, ബൈ.